ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എണീറ്റ് ഞാൻ മോർണിംഗ് റൂട്ടീൻസൊക്കെ കഴിഞ്ഞിട്ട് ബെഡൊക്കെ ഒന്ന് ശരിക്കും വിരിച്ചിടാണ് കേട്ടോ ചെയ്യണത്. കുറച്ചധികം ദിവസമായില്ലേ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒരു ഓട്സ് മാംഗോ സ്മൂത്തിയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓട്സ് ഒരു 10-20 മിനിറ്റ് മുന്നേയൊക്കെ ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അത് ചെയ്യണേ. ഇത് ഞാൻ കഴിഞ്ഞ നൈറ്റ് വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ഒരു ബാക്കി വീഡിയോ തന്നെ പറയാം. അപ്പോൾ രാവിലെ ഫസ്റ്റ് തന്നെ ഇതങ്ങോട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനാകുമ്പോഴത്തേന് ഇത് സെറ്റായിട്ടുണ്ടാവും. പിന്നെ ഞാൻ പോയിട്ടൊരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുന്നുണ്ട്. ചായ കുടിക്കണതിൻ്റെ പകരമായിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊരു ഹെൽത്തി ആയിട്ട് ഇനി ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ളത്. അപ്പോൾ ചായ അല്ലെങ്കിൽ കോഫി ഒഴിവാക്കുന്നുണ്ട് എന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. കാരണം അതൊക്കെ നമ്മൾ ഇതേപോലെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇങ്ങോട്ട് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം 2-3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫോളോ ചെയ്യാൻ പറ്റാതാവും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് പറ്റുന്നത് എന്താണോ ആ ഒരു രീതിയിൽ കണ്ടുപിടിച്ച് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്നൊന്നും ഇങ്ങനെ ചിലപ്പോൾ രാവിലെ ചുടുവെള്ളം ആവില്ല കുടിക്കുക. എനിക്കൊരു മൂഡ് ഉണ്ടാവുമല്ലോ, അപ്പോൾ എനിക്ക് എന്താണോ തോന്നുന്നത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല, ചായ ഒന്നും വേണമെന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം എടുത്തു എന്നുള്ളൂ. ചിലപ്പോൾ നാളെ ചായ നീക്കാരും. അങ്ങനെ പിന്നെ ഞാൻ റൂമിൽ വന്നിട്ട് ജേണലിൽ ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ടു ഡു ലിസ്റ്റിലുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെതും അതൊക്കെ. അപ്പോൾ അതിൽ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്ക് ഓർമ്മ ഉള്ളതും കൂടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു പ്ലാനർ ഉള്ളതുകൊണ്ട് നല്ല ഈസിയാണ് കേട്ടോ. കാരണം ഇതിലിങ്ങനെ ഓരോന്നിനുള്ള കോളംസ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ വിത്ത് ഹെഡ്ലൈൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പണിയൊന്നുമില്ല. മറ്റേ ജേണലാകുമ്പം കുറച്ച് പണിയാണല്ലോ. അങ്ങനെ ടു ഡു ലിസ്റ്റിലേക്കുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് എഴുതുന്നത്. ആലോചിക്കുകയാണെങ്കിൽ എഴുതാൻ കുറേ ഉണ്ട് കേട്ടോ. കാരണം കുറച്ചധികം ദിവസത്തിന് ശേഷമാണല്ലോ ഞാനിങ്ങനെ ഒരു റൊട്ടീനിലും പിന്നെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആയിട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചൊരു ഡേ സ്റ്റാർട്ട് ചെയ്യണത്. ഇതിന് മുന്നേ ഒക്കെ ഒരു കഥ തന്നെയായിരുന്നു. രാവിലെ എണീക്കലും പണിയും എല്ലാം കൂടെ ഒരു രാവിലെ ഒരു തിരക്കേനു. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ സമാധാനമായിട്ട് ആലോചിച്ച് എഴുതുന്നുണ്ടെല്ലാം. ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ഇന്ന് ചെയ്യും, അല്ലെങ്കിൽ നാളെയും ഒക്കെ ആയിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യാനുള്ളത് എനിക്ക് കുറച്ച് ഓർഡറിന് വേണ്ടിയിട്ടുള്ളത് എഡിറ്റ് ചെയ്യാനുണ്ട്, പോളറോയിഡ്സിനുള്ളതൊക്കെ. അപ്പോൾ അതിമെന്നാണ് ഞാനിന്ന് ഡേ സ്റ്റാർട്ട് ചെയ്യണത്. ആദ്യം തന്നെ കുറച്ചധികം എഡിറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ബാക്കി സമയം കിട്ടും പോലെ ചെയ്യാമല്ലോ. എനിക്കൊരു ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്ത് വെക്കാനാണ് കേട്ടോ ഇഷ്ടം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പ്രിൻ്റ് ചെയ്യാൻ പോണ അന്ന് രാവിലെ ഇരുന്നിട്ടാണ് ചെയ്യുക. അപ്പോൾ അതെല്ലാം കൂടി ഇരുന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ പ്രിൻ്റ് ചെയ്യാൻ പോകാനൊക്കെ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ എല്ലാം കൂടെ ആ നേരത്തൊരു ബേജാറാണ്. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഓർഡർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരുമല്ലോ. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ഫ്രീ ആവണത് എപ്പോഴാണോ അപ്പോൾ എഡിറ്റ് ചെയ്ത് വെക്കാം. പിന്നെ പ്രിൻ്റ് ചെയ്യാൻ പോകണമെന്ന് എല്ലാം ഒരുമിച്ച് പ്രിൻ്റ് ചെയ്യാമല്ലോ. അങ്ങനെ അത് ഏകദേശം കുറച്ച് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ ബോട്ടിലിൽ വെള്ളം ഫിൽ ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇത് ഞാൻ പുതിയ വാങ്ങിയിട്ടുള്ള ബോട്ടിലാണ്, 2 ലിറ്ററിൻ്റെ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ, അതായത് ഇന്ന് ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യണത്. ഓൾറെഡി ഞാൻ നല്ലോണം ക്ലീൻ ആക്കി നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വല്ലാതെ അങ്ങോട്ട് വാഷ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് വെള്ളം കൊണ്ടൊന്ന് കഴുകിയാൽ മതി. അങ്ങനെ അതിൽ വെള്ളമൊക്കെ നിറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളം ഫില്ലായിട്ട് കുടിക്കുമോ ഇല്ലയെന്ന് നോക്കാം.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പം നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഓട്സും പിന്നെ മാങ്ങയാണ് കേട്ടോ കട്ട് ചെയ്തിടുന്നത്. ഈ ഒരു കോമ്പോയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ സ്മൂത്തി ചെയ്യണത്. ഞാൻ ഈ ഓട്സിൻ്റെ കൂടെ ആപ്പിള് പിന്നെ അങ്ങനെ വേറെ എന്തൊക്കെ ബനാനയൊക്കെ ഇട്ടിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. മാംഗോ ഇട്ടിട്ട് ഫസ്റ്റ് ടൈമാണ് ചെയ്യണത്. അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇതിൽ കുറേ വെറൈറ്റി എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് വെക്കാൻ. പിന്നെ അതിലേക്ക് 2 ഈത്തപ്പഴം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് സാധാരണ ചെയ്യണ പോലെ അങ്ങനെ സ്മൂത്തിയാക്കാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ബ്രെഡും കൂടെ അതേപോലെ കുറച്ച് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം ഫോക്കസ് ചെയ്യണത് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവി ആയിട്ട് കഴിക്കണം എന്നുള്ളതാണ്. ഞാൻ ആ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതിൽ ഫസ്റ്റ് തന്നെ വിചാരിച്ച കാര്യം അതാണ് കേട്ടോ. കാരണം എപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ ഉള്ളത് തിന്നാന്നുള്ളൊരു ഇതാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം വരുമ്പോൾ. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ഇനി മുതൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് കരുതുന്നുണ്ട്. അതന്നെ നല്ല ഹെൽത്തി വേയിൽ കേട്ടോ. പിന്നെ ബാക്കിയുള്ള മാംഗോയും കൂടെ ഞാൻ അതേപോലെ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ഒരു സ്മൂത്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പം ഇതുവരെ ഓട്സ് വെച്ച് ചെയ്തതിൽ എനിക്കിപ്പം ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇതാണ്. അങ്ങനെയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ കഴിച്ചിട്ടുള്ള പാത്രവും പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം കഴുകി വെക്കണുണ്ട്. ഞാൻ യൂസ് ചെയ്യണ സ്ട്രോ ഒക്കെ ഞാൻ ഇങ്ങനെ സ്ട്രോ ക്ലീൻ ചെയ്യണ ഒരു ബ്രഷ് ഉണ്ട്, അത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കഴുകലുള്ളത്. പിന്നെ ഞാൻ മുകളിൽ എൻ്റെ ഒരു ബാഗ് കഴുകി ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ നേരത്തെ ആകാശത്ത് നോക്കിയപ്പം കർമേഘമൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് മഴ പെയ്യാനൊക്കെ ആയിട്ട്. അങ്ങനെ ബാഗൊക്കെ എടുത്ത് തിരിച്ച് റൂമിൽ വന്നിട്ട് അതൊക്കെ ശരിക്കും തിരിച്ചെടുത്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ബാഗ് ഞാൻ മീഷോന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഞാൻ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വാഷ് ചെയ്തിടലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. പിന്നെ കുറച്ചെന്ന് പറയാനുള്ള ഒരു 2-3 ഡ്രസ്സും കൂടെ ഒന്ന് മടക്കി വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വേഗം മടക്കി വെക്കണ്ട കേട്ടോ. കാരണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടിട്ട് എല്ലാം കൂടെ ലാസ്റ്റ് വലിയ പണിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കൊണ്ടുവന്നത് അപ്പം മടക്കി വെക്കാൻ നോക്കലുണ്ട്. അപ്പോൾ ആ ഒരു സമയം വരെ ഞാൻ വിചാരിച്ചത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി അന്ന് പോകണ്ടെന്നായിരുന്നു. കാരണം എനിക്ക് ഒരു ഇതും കൂടെ എഡിറ്റ് ചെയ്യാനുണ്ട്, പോളറോയിഡ്സിനുള്ളതും കൂടെ. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് രണ്ടും ഒരുമിച്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് ആ ഒരു ഓർഡറിൻ്റെ കസ്റ്റമർ പറഞ്ഞത് ഓൾക്ക് ഒരു സെറ്റും കൂടെ വേണം. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് കിട്ടാൻ എന്തായാലും ഒരു 4-5 ദിവസം എടുക്കും, എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്ത് അയച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ അതുവരെ മറ്റേത് പ്രിൻ്റ് ചെയ്യാതെ വെക്കുകയെന്നുണ്ടെങ്കിൽ അത് അയക്കാൻ വേണ്ടിയിട്ടും ലേറ്റ് ആവും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ, അപ്പോൾ ഇന്ന് ഇത് മാത്രം പോയിട്ടൊന്ന് പ്രിൻ്റ് ചെയ്യാമെന്നുള്ളത്. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ബാക്കി ക്ലീനിങ്ങും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് തന്നെ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഫോട്ടോ പ്രിൻ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ക്രാഫ്റ്റ് ഷോപ്പിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് 2 ബേബി ബയോഗ്രാഫി ഫ്രെയിം ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഫ്രെയിംസ് വേണം കേട്ടോ. രണ്ടും സെയിം ആണ്, വൈറ്റ് സെയിം ടൈപ്പ് തന്നെ വേണ്ടത്.
അപ്പം ഞാനങ്ങനെ 2 വൈറ്റ് നോക്കി എടുത്തിട്ടുണ്ട്. A4 സൈസാണ് വേണ്ടിയിരുന്നത്. പിന്നെ ഒരു മിനി ഫ്രെയിമും വേണം 4x4ൻ്റെ. അപ്പോൾ അതും ബ്ലാക്കാണ് വേണ്ടിയിരുന്നത്, അതും എടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ആ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ വേറൊരു ബുക്ക് സ്റ്റോളിൽ പോയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ ഈ ഐവറി കാർഡും പിന്നെ ഈ ചിപ്പ് ബോർഡ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങലുള്ളത്. അപ്പോൾ എനിക്കൊരു ഐവറി കാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ഇവിടെ ആണെങ്കിൽ കുറേ ക്യൂട്ടായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ എറേസറും ഷാർപ്പനറും പെൻസിൽസൊക്കെ. അപ്പോൾ അതൊന്നും വാങ്ങാനൊന്നുമില്ല, എന്നാലും വെറുതെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ നോക്കുമല്ലോ. അങ്ങനെ ഈ ഒരു ഷീറ്റിന് വേണ്ടിയിരുന്നത് അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് സ്റ്റിക്കി നോട്ട്സും വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാനതിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുണ്ടെങ്കിൽ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നോക്കിയപ്പം ഈ സ്റ്റാറിൻ്റെ ഷേപ്പ് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് ഉള്ളതിൽ, പക്ഷെ അതെനിക്ക് എന്തോ ഇഷ്ടമായില്ല. പിന്നെ ഒക്കെ ഉള്ളത് സ്ക്വയറും റെക്റ്റാങ്കിളൊക്കെ തന്നെയാണ്. പിന്നെ ഈ ബുക്ക് മാർക്സ് ആയിട്ട് യൂസ് ചെയ്യാമല്ലോ അതുമാണ്. അപ്പോൾ അതൊന്നും എനിക്ക് വേണ്ട, എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ ഓട്ടോ കയറി വീട്ടിലേക്ക് പോവാണ് കേട്ടോ ചെയ്തേ. തേമാക്കോളും വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഷോപ്പിൽ നിന്ന്. അങ്ങനെ വീട്ടിലെത്തി ഫ്രഷ് ആവലും ബാക്കി പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് കാണിച്ചു തരാം. ഇത് ഒരു നോർമൽ ബ്ലൂ ഇങ്ക് വരുന്ന പെന്നാണ് കേട്ടോ. ഞാൻ ഈ ഒരു സെയിം ബ്രാൻഡിൻ്റെ തന്നെ ബ്ലാക്കാണ് യൂസ് ചെയ്യലുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പോൾ ആദ്യമായിട്ടാണ് അതിൻ്റെ ബ്ലൂ വാങ്ങി നോക്കണത്. പിന്നെ ഈ ഒരു 4x4ൻ്റെ ബ്ലാക്ക് മിനി ഫ്രെയിം വാങ്ങിയിട്ടുണ്ട്. പിന്നെ നേരത്തെ കാണിച്ച ആ സെയിം A4 ഫ്രെയിം ഉണ്ടല്ലോ വൈറ്റ്, അതും 2 വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും ബേബി ബയോഗ്രാഫി ഫ്രെയിമിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്, ഒരാൾക്കുള്ള തന്നെയാണ് കേട്ടോ രണ്ടും. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമാണ് കേട്ടോ ബാക്കി വീഡിയോ എടുത്തത്. ഇത് ഞാനിപ്പം വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് സ്വീറ്റ് കോൺ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ തന്നെ ഏകദേശം ഇങ്ങനെ മഴ പെയ്യാനായിട്ട് ഇങ്ങനെ മൂടി നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമല്ലേ മഴയത്ത് ഈ ചൂട് സ്വീറ്റ് കോൺ ഇങ്ങനെ വെറുതെ തിന്നാൻ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഒരു കോഫിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കോൾഡ് കോഫിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് മഴയുള്ള സമയത്ത് തണുത്ത ഐറ്റംസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ തണുത്ത പാലൊഴിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ചെയ്യണ പോലെ തന്നെ കുറച്ച് കോഫി പൗഡറും ഷുഗറും പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഞാൻ ആ ഫ്രോത്തർ വെച്ചിട്ട് ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒന്ന് പതഞ്ഞ് വരുമ്പം പാലൊഴിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ അതൊക്കെ റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ കോണും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നെ അങ്ങനെ കുറേ സമയമൊന്നും വേണ്ടല്ലോ വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈ ചൂടോടെ തന്നെ ഇങ്ങനെ ജസ്റ്റ് പാത്രത്തിൽ ആക്കിയിട്ട് പിന്നെ അതിക്ക് ബട്ടറും ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ കഴിക്കലുള്ളത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഇങ്ങനെ പാത്രത്തിൽ ആക്കണ്ടെന്നാണെങ്കിൽ ഡയറക്റ്റ് ഇതിമ്മ ബട്ടറും ഉപ്പും കൂടെ തേച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം കയ്യിൽ മാത്രം വെച്ചിട്ടൊക്കെ ആക്കാൻ വേണ്ടി നോക്കി, പക്ഷേ ചൂടുകൊണ്ട് പറ്റാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്തത്. എന്നിട്ട് പിന്നെ അതിക്ക് കുറച്ച് ബട്ടറും ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ പിന്നെ അതൊക്കെ കൂട്ടിയിട്ട് കോഫി കുടിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അടുക്കളയിൽ നിന്ന് തന്നെ ഇരുന്ന് കുടിക്കട്ടെ ചെയ്യണത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മഴ വീണ കണ്ടപ്പോൾ സിറ്റൗട്ടിൽ പോയിട്ട് ഇരിക്കാനൊരു പൂതി. അപ്പോൾ ഞാൻ വേഗം കോഫി കുടിച്ചിട്ട് പിന്നെ ഈ കോണ് കൊണ്ട് സിറ്റൗട്ടിൽ പോയിരുന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ബാക്കിയൊക്കെ തിന്നത്. അങ്ങനെ പിന്നെ ഏകദേശം മഗ്‌രിബ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി വീഡിയോ എടുത്തത്. ഞാൻ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഷീറ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതിൽ കട്ട് ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചൊക്കെ ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്.
ഇതിൽ ഒരു ഷീറ്റ് പോളറോയിഡ്സ് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇനി പ്രിൻ്റ് ചെയ്യാൻ പോകുമ്പോൾ പ്രിൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചതാണ്. ഇന്നിപ്പോൾ ഞാൻ ആ ഒരു പോളറോയിഡ്സിൻ്റെ അത് മാത്രമേ എഡിറ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഇനിയിപ്പം ഈ പോളറോയിഡ്സിൻ്റെത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി അത് മാത്രം ഒന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബ് പോലെ തന്നെ ഇൻസ്റ്റയിലും ഞാൻ തീരെ ആക്റ്റീവ് അല്ലായിരുന്നു. യൂട്യൂബിൽ പിന്നെയും കുറച്ച് മുന്നേക്ക് 1 മാസം മുന്നേക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇൻസ്റ്റ ഞാൻ മര്യാദയ്ക്കൊന്ന് സ്റ്റോറിയോ പോസ്റ്റോ ഒക്കെ ഇട്ടിട്ട് തന്നെ 2-2.5 മാസമായി. എന്താ കാരണം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അങ്ങനെ ഇടാതെ നിന്നതാണ്. അതുകൊണ്ട് തന്നെ ഓർഡേഴ്സും കുറവായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റും സ്റ്റോറിയൊക്കെ ഇടുമ്പോഴല്ലേ നമുക്ക് എൻക്വയറീസ് വരുള്ളൂ. അപ്പോൾ അതൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഓർഡേഴ്സും കുറവായിരുന്നു. പിന്നെ പോളറോയിഡ്സ് ഒക്കെ മുന്നേ വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സ് തന്നെ വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ടും പിന്നെ ഒരാർക്കെങ്കിലും സജസ്റ്റ് ചെയ്തതുണ്ടെങ്കിൽ ഓർക്കും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുറച്ച് ഓർഡേഴ്സൊക്കെ കിട്ടലുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ചെയ്യണത്. അങ്ങനെ ഇതാ പോളറോയിഡ്സൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഞാൻ ആ ഒരു ഡ്രോയറിലിട്ട് വെച്ചിട്ട് ഡെസ്കിൽ ഉള്ള ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടക്കാട്ടോ ചെയ്യണത്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാൻ വരെ ബൈ.